ഫംഗൽ ഡിസീസസ്. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് പാത്തോജനാണ് ഫംഗസ്. നമുക്കറിയാം ഫംഗസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പുകളുണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചില ക്ലാസ്സിലൊക്കെ. ഫംഗസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഡിബിൾ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗസുകളുണ്ട്, എന്നാൽ പാത്തോജനിക് ആയിട്ടും നമ്മളെ ഒരുപാട് മെറ്റീരിയൽസ് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഫംഗസുകളുണ്ട്. സോ ഫംഗസ് ആർ ഓഫ് വേരിയസ് ടൈപ്സ്. സം ഫംജി ആർ very pathogenic. The toxins produced by the fungus cause diseases അല്ലേ. ഇപ്പോൾ ടോക്സിൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫംഗസ് എന്ത് ചെയ്യുന്നുണ്ട്, ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. ഇനി ഫംഗൽ ഡിസീസ് രണ്ടെണ്ണം പഠിക്കാനുള്ള വെരി സിമ്പിൾ ടു ഡിസീസാണ്. ഒന്ന് റിംഗ് വേമും, രണ്ടാമത്തെ അത്ലറ്റ്സ് ഫുട്ടും. നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റിംഗ് വേം. ഒരു വട്ടത്തിലാണല്ലോ കാണുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ എന്ത് പറയുന്നത്, വട്ടച്ചൊറി എന്ന് പറയുന്നത്, വട്ടച്ചൊറി. പിന്നെ രണ്ടാമതായിട്ടുള്ള അത്ലറ്റ്സ് ഫുഡ്. റിംഗ് വേം ഈസ് ദ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ സർട്ടൈൻ ടൈപ്സ് ഓഫ് ഫംജി. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ, ഒരു വെറ്റ് ആൻഡ് മോയ്സ്ചർ കണ്ടീഷനാണ് ഫംജി എന്ന് പറയുന്ന ഈ ഒരു പാത്തോജന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ വളരെ പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. മോസ്റ്റ് ഫംഗൽ ഡിസീസ് ബാധിക്കുന്നത് സ്കിന്നായിരിക്കും. സോ റിംഗ് വേം ഇസ് എ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ സർട്ടൈൻ ടൈപ്സ് ഓഫ് ഫംജി. ദ ഡിസീസ് മാനിഫെസ്റ്റ്സ് എറൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സ്കിൻ അല്ലേ. ഒരു തിണർപ്പ് അല്ലേ, ഒരു വട്ടത്തിലുള്ള റെഡ്, ചുവന്ന നിറത്തിൽ തിണർപ്പ്. റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സ്കിൻ, നമ്മുടെ സ്കിന്നിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ബ്ലിസ്റ്റേഴ്സ് കാണുന്നുണ്ട്. ദിസ് ഡിസീസ് സ്പ്രെഡ് ത്രൂ കോണ്ടാക്ട്. അപ്പോൾ സിംറ്റം എന്താണ് ചോദിക്കും, എക്സാം ചോദിക്കും. സിംറ്റം എന്താണ്? റെഡ് റൗണ്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ സ്കിൻ. ഇനി എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ത്രൂ കോണ്ടാക്ട്. സ്കിന്നാവുന്നതുകൊണ്ട് തന്നെ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കും അതെന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തെ ഡിസീസാണ് അത്ലറ്റ്സ് ഫുട്ട്. അതിൻ്റെ ഒരു ഇൻഫെക്ഷനും ഫംജിൻ്റെ ഇൻഫെക്ഷൻ കാണേണ്ട ഒരു ഡിസീസ് തന്നെയാണ്. അതെവിടെ ബാധിക്കുന്നത്? നമ്മുടെ കാലുകളുടെ വിരലുകൾക്കിടയിൽ, ഓരോ ടോസിൻ്റെ ഇടയിലാണ് കാണുന്നത്. അപ്പിയറൻസ് ഓഫ് റെഡിഷ് സ്കെയിലി റാഷസ് ദാറ്റ് കോസ് ഇച്ചിങ് ഇസ് എ മേജർ സിംറ്റം. സോ ഒരു റെഡിഷ് സ്കെയിലി റാഷസ് കാണും നമ്മുടെ കാലിൻ്റെ വിരലിനിടയിൽ, റെഡിഷ് സ്കെയിലി റാഷസ്. അത് ഇച്ചിങ് ഉണ്ടാക്കും, നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന തരത്തിലുള്ള റെഡിഷ് സ്കെയിലി റാഷസ് ആണ് അത്ലറ്റ്സ് ഫുട്ടിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് എൻ്റർ ചെയ്യുന്നത്? പാത്തജൻസ് എൻ്റർ ത്രൂ ദി ടോസ് വെൻ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ അല്ലേ. നമ്മുടെ കാലും വിരലുകളൊക്കെ ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലും സോയിലൊക്കെ കോണ്ടാക്റ്റ് വരാണെന്നില്ല. അതിലൂടെയാണ് ഈ പാത്തജൻസ് നമ്മുടെ മുറിവിലൂടെ എൻ്റർ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ കാലിലൊക്കെ എൻ്റർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസീസാണ്. ഒന്ന് അത്ലറ്റ്സ് ഫുട്ടും, രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ റിംഗ് വേമും. അപ്പോൾ ഇവിടെ എക്സാമിന് ചോദിക്കുക, ഈ റിംഗ് വേമിൻ്റെയും അത്ലറ്റ്സ് ഫുട്ടിൻ്റെയും സിംറ്റംസ് ചോദിക്കും. അതിൻ്റെ എങ്ങനെയാണ് അവരുടെ നമ്മളിലേക്ക് എത്തുന്നത് ചോദിക്കും. അതാണ് ഈ ഭാഗത്ത് ഉണ്ടാകുന്നുള്ള ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫംഗൽ ഡിസീസസ്.